ഫംഗ്ഷൻ അവിടെ അവർ തന്ന സമൂസ ഇല്ലേ, അത് കഴിച്ച പിന്നെ ഗ്യാസ് ഇച്ചിരി പഴകിയതാണെന്ന് തോന്നുന്നു കേട്ടോ. പഴകിട്ടൊന്നുമല്ല, 5-6 എടുത്ത് തിന്നുണ്ടായി. ആര്? ഞാൻ എന്നാലും എന്റെ ക്ലീറ്റോ അവിടെ എന്താ നടന്നത്? ഞാൻ ഇത്രയും വലിയ പരിപാടി ആയിരിക്കും വിചാരിച്ചല്ല പോയത്. അവിടെ എന്താ നടന്നു? ഒരു സാധാരണ പരിപാടി, അതിന് അത്ര വലിയ അതിശയമൊന്നും കൊടുക്കണ്ട. നീ കുടിക്കാൻ ഇച്ചിരി വെള്ളം ചേർത്തേ. അടുക്കളയിൽ ഇരിപ്പുണ്ട് ക്ലീറ്റോ, എനിക്ക് വയ്യ, പ്ലീസ് ഇച്ചിരി എടുത്ത് കുടിക്കോ. വെള്ളം പോലും എടുത്ത് മേശപ്പുറത്ത് വെക്കല്ലോ. ക്ലീറ്റോ ക്ലീറ്റോ എന്തോന്നടി ക്ലീറ്റോ, കനകനെ പറ്റി എന്താ ഏയ് പറഞ്ഞത്? ഏയ് എന്തോ പറഞ്ഞു? ഓ കേട്ടില്ലായിരിക്കും. കനകൻ അവരുടെ ഓഫീസിന്റെ അഭിമാനാണ്. ഒരിക്കലും അവൻ ആ ഓഫീസിൽ നിന്ന് മാറരുത്, ഈ നാടിന്റെ അഭിമാനാണ് എന്ന്. ഓ എനിക്കെന്താ അതിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഇതൊക്കെ വലിയ കാര്യമല്ലേ എടി. എൻ്റെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന് ഞങ്ങളുടെ ജില്ലാ നേതാവ് എന്നെ പറ്റി പറഞ്ഞെന്താ അറിയാമോ? ക്ലീറ്റോയെ പോലെ ആയിരിക്കണം എല്ലാ അണികളും. ക്ലീറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടി ഒറ്റയ്ക്ക് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവാണെന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. നീ അതിന് വന്നോ? ഞാൻ വരണ സ്ഥലത്തൊന്നും ആൾക്കാർ ഇത് പറയേയില്ല, ഞാൻ വരാത്തപ്പോ എല്ലാരും ഇത് പറയുകയും ചെയ്യും. അതെന്താണാവോ അങ്ങനെ? നിങ്ങൾ വേറെ കാര്യം കേട്ടോ, 4-ാം വാർഡിൽ അവൻ ഇനി സ്വീകരണം കൊടുക്കണ്ടെന്ന്. എന്താല്ലേ 4-ാം വാർഡിൽ ഇതിപ്പോ ഇത് എന്തിനിങ്ങനെ ഇത്ര വലിയ സ്വീകരണം കൊടുക്കുക? ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പണ്ട് കിടക്കുന്നു കേട്ടോ. ക്ലീറ്റോ നല്ല വിഷമമുണ്ടോ? മുഖം കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു. അയ്യേ, ഈ കാര്യമൊക്കെ കണ്ടിട്ട് എനിക്കെന്ത് വിഷമം? ഞാൻ ഇതുപോലെ ഒരുപാട് സ്വീകരണങ്ങൾ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുതുമയായിരിക്കും. ആദ്യമായിട്ടല്ലേ കുടുംബത്തിൽ ഇങ്ങനെ. അവൻ ജീവിതത്തിൽ തന്നെ ഒരു നല്ല കാര്യം ഇപ്പോഴാണ് ചെയ്തത്, അതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതെ അതെ അതെ. എന്റെ പുറകിരുന്ന് വെച്ചാൽ ചേച്ചിമാരില്ലേ, അവരെന്ത് വലിയ ഓഫീസിലുള്ളവർ, അവര് പറയാണ് ഇംഗ്ലീഷ് പത്രത്തിലും ഇന്ത്യ ടുഡേയിലൊക്കെ അവന്റെ വാർത്ത ഇനി വരുന്നു, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഭയങ്കര സംഭവമാണല്ലേ ഇത്. ആയിരുന്നതൊക്കെ സായന പത്രത്തിന്റെ ആൾക്കാരാ, ചുമ്മാ നിന്നെ പറ്റിച്ചതാണ്. ഇത് നല്ല വിഷമമുണ്ട്. കാര്യം ഞാനെന്തിനു വിഷമിക്കണം തങ്കം? ഫോൺ അടിക്കുന്നു. പാവത്തിന്റെ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടു. ആരെ വിളിച്ചോ? പരിചയത്തിൻ്റെ നമ്പറാണ്, പരിചയമുള്ള പോലെ ഉണ്ട്. ഹലോ, അത് ക്ലീറ്റോസ് ആണ്. നമ്മുടെ സംസ്കാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്ന പരിപാടിയോ? എന്നാ ഡേറ്റ് എന്നാ? 20-ാം തീയതിയോ? അതെ, 20-ാം തീയതി കുറച്ച് തിരക്കിട്ട പരിപാടികളുണ്ട്, എനിക്കന്ന് എത്താൻ ചിലപ്പോഴേ. കനകനോ? കനകൻ അതെ, വേറൊന്നുമല്ല. കനകന് ഡെങ്കു അടിച്ചിട്ട് കിടക്കുകയാണ്, പനി. ചിലപ്പോഴേ എത്താൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് വരാം. എന്തേ? ഹലോ 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 കട്ട് ചെയ്താ? ഹലോ, അതേ ഒരു സംഘടന വിളിച്ചതാ, ഒരു സംഘടന. ആർക്കാണ് ഡെങ്കിപ്പനി? ആർക്കും ഡെങ്കിപ്പനി ഇല്ല, അവര് ഡെങ്കിപ്പനിക്കെതിരെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലണോ? അല്ല, എന്തായാലും ഞാൻ ആലോചിച്ചിരുന്നു, നിന്റെ ആളെ സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കാനും അറിഞ്ഞൂടാ, വിഴുങ്ങിയൊക്കെ. ശരി, നാലാം പാടുകാരെ സമ്മാനം കാണണ്ടേ? ഇതാ മാല. ഞാൻ സത്യത്തിൽ അമ്മ ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര മുഷിച്ചിലായിരിക്കുന്ന വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും അല്ലമ്മ. ഭയങ്കര ജനം, ഈ 4-ാം വാർഡിലുള്ള മുഴുവൻ ആളുകളും വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട് നാട്ടില്. എടാ, സത്യസന്ധതയ്ക്കാണ് ഏറ്റവും വലിയ വിലയുള്ളത്. സത്യസന്ധത കാണിച്ചത് കൊണ്ടാണ് നിനക്ക് ഇന്നത് കിട്ടിയത്. അല്ല, ചില്ലറ പൈസ ആയിരുന്നാ അത്? ഒരു വലിയ തുകയില്ലേ, ആരെങ്കിലും കൊടുക്കോടാ അത്? പൊന്നു മോനെ, വേണ്ട
മോതാ വന്നിരിക്കുന്ന നിങ്ങളെ പോലെ തന്നെ അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടാ വന്നിരിക്കുന്നത്. അമ്മ ഇത് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിട്ടാ പ്രസംഗിച്ചപ്പാ. ഇവന്റെ അച്ഛനും ഇങ്ങനത്തെ ആളായിരുന്നു, സത്യസന്ധനായിരുന്നു, പുള്ളിയുടെ ഒരു മാർഗം തന്നെയാണ് കനകനു എന്നൊക്കെ പറഞ്ഞു. അല്ല, എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ വളർത്തുന്നതിന് കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഇല്ലാതെ ഒരു കാരണവശാലും വളർത്തരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് ചായ പിടിച്ചിട്ട് പോ. അമ്മ സ്വീകരണം എന്ന് പറഞ്ഞ ഒരു 1.5 സ്വീകരണമായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടല്ല ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. 2 സൈഡിലും കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇങ്ങനെ സെറ്റ് മുണ്ടും നാടനെ കൊടുത്തിട്ട് താലം, പടക്കം, പൊന്നാലക്കൂട. എന്റെ പൊന്നു കുഞ്ചാക്കോ ബോബൻ ഇങ്ങോട്ട് വന്നപ്പോൾ കയ്യടി ഒന്ന് കേൾക്കണോ. കുഞ്ചാക്കോ ബോബനല്ലേ ഈ ട്രോഫി കനകന് കൊടുത്തത്. പുള്ളി അമ്മനെ അന്വേഷിച്ച്, അമ്മനെ പോലത്തെ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നുകൊണ്ടാണ് കനകൻ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യാൻ പറ്റണേന്ന്. ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞതാണ്. പിന്നെ മാത്രല്ല കുഞ്ചാക്കോ ബോബന്റെ അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം പറഞ്ഞത് ഭയങ്കരല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് ഗംഭീരമായത്. പിന്നെ മക്കളെ വളർത്തണമെങ്കിൽ ഇങ്ങനെ വളർത്തണമെന്നാണ്. മക്കളെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ സത്യസന്ധരായിട്ട് വളർത്തണം. എങ്ങനെയാണ് ഒരു അമ്മ മക്കളെ വളർത്തേണ്ടത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളി അതിഗംഭീരമായിട്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് ഇതൊക്കെ കേട്ടിരുന്നിട്ടുണ്ടല്ലോ, ഇവന്റെ കൂടെ ജോലി ചെയ്തതിൽ തന്നെ അഭിമാനം തോന്നി. അത്രക്ക് ഗംഭീരമായി പോയി. കാര്യം ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ചെയ്തെങ്കിലും ഉണ്ടല്ലോ, ജനം അതങ്ങടെ ഏറ്റെടുത്തേക്കണമ്മ. അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോണേ സ്വീകരണത്തിന്. ഞാൻ ഇപ്രാവശ്യം അമ്മോട് വരാൻ പറഞ്ഞതല്ലേ, വയ്യാതായി പോയില്ലേ. പക്ഷെ വരണ്ടായിരുന്നു. അല്ല, ഈ വീരഭദ്രൻ നായർ എവിടെ സ്വീകരണം ഉണ്ടെങ്കിലും പണ്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അതായത് ഞാനിപ്പോ അതങ്ങ് ഓർമ്മിച്ചു പോയത്. അല്ല, അപ്പൊ അച്ഛന് സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അന്നൊരിക്കൽ ഇദ്ദേഹം നടക്കാനായിട്ട് ഇറങ്ങി. നോക്കുമ്പോഴത്തേക്ക് വഴിയിൽ കുറെ തോക്കും ഉണ്ടയും 1 ചാക്ക് ബോംബും കൂടെ കിടക്കുന്നത്. 1 ചാക്ക് ബോംബ്. ഇദ്ദേഹം ഇതെന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ വാരിയെടുത്ത് ആരാണെന്ന് തിരക്കി അറിഞ്ഞത് കൊണ്ട് ചെന്ന് അദ്ദേഹത്തിന് റോട്ടിൽ കൊണ്ടുവന്നിട്ട് അതെനിക്കെന്ന് പറഞ്ഞൂടെ കിടന്ന് എടുത്ത് കൊണ്ട് കൊടുത്തു. ആ ബോംബെ എന്താ കുതിർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എന്തായാലും അതിന് ശേഷമാണ് അവർ യുദ്ധത്തിന് പോയത്. അന്ന് എന്തൊരു സ്വീകരണമായിരുന്നെന്ന് അറിയാമോ? പല 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 സ്വീകരണങ്ങളല്ലായിരുന്നോ. ഇംഗ്ലീഷുകാരൊക്കെ വന്നിരുന്നു, വീരപതക്കം വരെ കിട്ടിയെന്ന് അറിയാമോ? അതൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഞാനും അറിഞ്ഞിട്ടില്ലടോ, ഞാനിപ്പോ അറിയുന്നല്ലേ ഉള്ളൂ. ഞാൻ ഇതൊന്നും ആരുടെയും പറയത്തു. ഞാൻ ഇങ്ങനത്തെ പതക്കം കണ്ടിട്ടില്ല. കാണിച്ചു. അപ്പൊ അതൊക്കെ നിർത്താൻ പറഞ്ഞാല് ഞങ്ങള് കണ്ടില്ലേ, ഞങ്ങള് കണ്ടോട്ടെ. അത് അങ്ങ് പെട്ടിയുടെ അടിയിലെങ്ങാണ്ട കിടക്കുവാണ്. ഇനി അതൊക്കെ നോക്കിയെടുക്കാൻ എനിക്ക് അങ്ങനെ പെട്ടിയിലെങ്ങനെ ഒട്ടി കിടക്കണ്ടാവും, കിട്ടൂല അത്. അമ്മ ഒരു കാര്യം ചെയ്യും, 2 ഗ്ലാസ് ചായ വെക്കി. അല്ല, ജമന്തി എവിടെ? അയ്യോ, അവളവിടെ പായസം ഉണ്ടാക്കുന്നത്. ചായ വേണോ? പായസം കുടിക്കാന്നാ. ചായ ഇപ്പൊ അവിടെ സ്വീകരണ സ്ഥലത്ത് ലഡും. വേണ്ട, ഒരു ചായ കുടിക്കാം. ജമന്തി ചായ ഞാൻ എടുത്തോളാം. ഇതേ നമുക്ക് ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് അമ്മക്ക് ഒരു സ്വീകരണം കൊടുക്കണം. തള്ളു വിടണേനെ 1 ചാക്ക് പോകുമ്പോ റോട്ടിൽ കിടന്നേ ചെന്ന്. ഒരു കഷ്ടമാണ്. ഇത്രയും വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും കനകൻ കനകൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നടരാജ, നീ എവിടെ ഉണ്ട്? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം.